അഭിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛനോ ചേച്ചിയോ ഒക്കെ പറയേണ്ട കാര്യമാണ്. അവര് പലവട്ടം പറഞ്ഞിട്ടും ഉണ്ടാവും. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. അഭിയേട്ടനെയും ചേച്ചിയുടെയും കല്യാണക്കാര്യം. അതൊക്കെ ഇപ്പൊ സംസാരിക്കുന്ന എന്തിനാ? പിന്നെ എപ്പോഴും സംസാരിക്കേണ്ടത്? കല്യാണം നിശ്ചയിച്ചത് നമ്മുടെ 3 പേരുടെയും കൂടിയാ. അതിൽ അഖിലയുടെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം ഉടനെ നടക്കാൻ പോകുന്നു. നിങ്ങളുടെ കാര്യത്തില് തീരുമാനം എന്തുവാ? ഇത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചു കഴിഞ്ഞ കാര്യമില്ലേ? അശ്വതിയുടെ കല്യാണം കേട്ടെ. ഞാൻ ധിക്കാരം പറയുകയാണെന്ന് കരുതരുത്. ഇവിടെ അശ്വതിയുടെ കല്യാണമല്ല ശരിയായ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. വേറെന്തോ ഉണ്ട്. ഞങ്ങളോട് ആരോടും പറയാത്ത വേറെന്തോ ഒരു കാരണം. അതെന്താ? അനക്കെ ഇപ്പൊ ഈ കാര്യം എടുത്തിടുന്നത് എന്തിനാ? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആണ്, എനിക്കത് പ്രശ്നമാണ്. ചേച്ചിയുടെ കല്യാണത്തിന് മുൻപ് ഒരു അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരാളുടെ കല്യാണം കൂടി നടക്കാനിരിക്കുന്നു. ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ കല്യാണം താമസിക്കുന്നതിന്റെ കാരണമെങ്കിലും എനിക്കറിയണം. അബി, അവള് പറഞ്ഞതിലൊരു ന്യായമുണ്ട്. കല്യാണം നീണ്ടുപോകുന്നതിന്റെ കാരണമെങ്കിലും ഞങ്ങൾ അറിയണ്ടേ? ഇതിപ്പോ സമാധാനം പറയേണ്ട ഞാനായല്ലോ. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു കാര്യം പറയാം. ഇതൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളല്ല. സ്നേഹം താങ്ങാനാവാതെ അമൃത ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു കൊലപാതകയെ. അയാളുടെ പേര് അനന്തകൃഷ്ണൻ എന്നാണ്. അയാളെ ഇവിടുന്ന് ഇറക്കി വിടാത്തിടത്തോളം കാലം ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. അത് ഞാൻ വ്യക്തമായിട്ട് അമൃതയോട് പറഞ്ഞതാ. പക്ഷെ അമൃത അതിന് തയ്യാറല്ല. അങ്കിളെ, ഇതാണ് പ്രശ്നം. ഇത് മാത്രമാണ് പ്രശ്നം. പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് പരിഹരിച്ചോ. ഇല്ലെങ്കിൽ ഈ കല്യാണത്തിന്റെ കാര്യം അങ്ങ് മറന്നേക്ക്. ഞാൻ ഇറങ്ങുന്നു. മോളെ, കൃഷ്ണന്റെ പേരിലാണോ കല്യാണം വൈകിയത്? ചേച്ചി ഒരു വാക്ക് പറയാത്തെന്താ? പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുമായിരുന്നല്ലോ. എന്ത് പരിഹാരം? ഇറങ്ങി പോവാൻ പറയണം കൃഷ്ണേട്ടനോട്. ചേച്ചിയുടെ ഭാവിയെക്കാളും വലുതൊന്നും അല്ലല്ലോ അയാളോടുള്ള സ്നേഹം. അനക്കെ എന്താ ചേച്ചിക്ക് പറയാൻ പ്രയാസമുണ്ടോ? ഞാൻ പറയാം. എനിക്ക് എന്റെ ചേച്ചിയുടെ സന്തോഷം ഏറ്റവും വലുത്. ഇനി ആ കല്യാണം നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. ഏയ് അനക്കെ, നീ എടുത്തി കാടണ്ട. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. കൃഷ്ണേട്ടനെ ഇറക്കി വിടാൻ പറ്റില്ല അച്ഛാ. മോളെ, നമ്മൾ ഇറക്കി വിടുന്നില്ല. കൃഷ്ണന് വേറൊരു ജോലി അന്വേഷിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാറാലോ. ഇടയ്ക്ക് നമ്മളെ കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വരാലോ. മോളെ, ഇത് ഒളിച്ചു വെച്ചത് വലിയ വിഡ്ഢിത്തമായിപ്പോയി. പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്നത് നിന്റെ സ്ഥിരമായ ഏർപ്പാടാ. അത് നല്ലതല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.